ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 75 ശ്ലോകം 7-8. ഹാദിക്കഷ്ടം കുമാരോ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ ന ദ്രക്ഷ്യാമോ വ്രജാമസ്ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കരോദ്ഭ്രാമണവികളദസും പോധയാമാസിധോർവ്യാം പിഷ്ടോ ഭൂന്മുഷ്ടികോപി ദ്രുതമഥ ഹലിനാ നഷ്ടശിഷ്ടൈർദധാവേ കംസഃ സംവാര്യതൂര്യം ഖലമതിരവിദൻ കാര്യമാര്യാൻ പിതॄംസ്താൻ ആഹന്തും വ്യാപ്തമൂർത്തേസ്തവ ച സമശിഷദ്ദൂരമുത്സാരണായ രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡൈവ ഗിരിം മഞ്ജമഞ്ജന്നുദഞ്ജത്ഖഡ്ഗവ്യാവൽഗുദുഃസംഗ്രഹമപി ച ഹഠാത് പ്രാഗ്രഹീരൗഗ്രസേനിം. ഹാ ദിക് കഷ്ടം കുമാരൗ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ ന ദ്രക്ഷ്യാമഃ വ്രജാമഃ ത്വരിതം ഇതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കര ഉദ്ഭ്രാമണ വികളദസും പോധയാമാസിത ഉർവ്യാം പിഷ്ടഃ അഭൂത് മുഷ്ടികഃ അപി ദ്രുതം അഥ ഹലിനാ നഷ്ടശിഷ്ടൈഃ ദധാവേ കംസഃ സംവാര്യതൂര്യം ഖലമതിഃ അവിദൻ കാര്യമാര്യാൻ പിതॄൻ താൻ ആഹന്തും വ്യാപ്തമൂർത്തേഃ തവ ച സമശിഷത് ദൂരം ഉത്സാരണായ രുഷ്ടഃ ദുഷ്ട ഉക്തിഭിഃ ത്വം ഗരുഡഃ ഇവ ഗിരിം മഞ്ജം അഞ്ജൻ ഉദഞ്ജത് ഖഡ്ഗ വ്യാവൽഗ ദുസ്സംഗ്രഹം അപി ച ഹഠാത് പ്രാഗ്രഹീഹി ഔഗ്രസേനിം. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഹാ ദിക് കഷ്ടം കുമാരൗ സുലളിതവപുഷൗ മല്ലവീരൗ കഠോരൗ. കഷ്ടം കഷ്ടം. இந்த சின்ன குழந்தைகள் சுகுமார சரீரம் பார்த்தாலே ரொம்ப மிருதுலமான சரீரமுள்ள 2 குழந்தைகள். இவா கூட மல்லன்மார் கഠിന ശരീരമുള്ള നല്ല ദൃഢமான ശരീരമുള്ള வாளாக்குமா யுத்தத்துக்கு போறா. ந திரக்ஷ்யாம்யஹ த்வரிதம் വ്രജാമഹ. നമ്മൾക്ക് ഇതൊന്നും பார்க்க முடியாது, നമ്മൾക്ക് ഇങ്ങേന്ന് പോലാൻ ചൊല്ലി ഒന്ന് പാത്തുന്നിരുന്നവാ എല്ലാരും ചൊല്ലറാള്. ഇതി തദാനീം ജനേ ഭാഷമാണേ. அப்படி அங்க சொல்லப்பட்ட அங்க பார்த்துருந்த ஆளுகள் எல்லாம் சொல்ல தொடங்க தம் சாணூரம் கரோத்பிராமண விகளதசும் ഉർവ്യാം പോധയാമാസിത. ഭഗവാൻ ഉടനെ அந்த ചാണൂരന് തന്നോട് കയ്യാല തൂക്കിയെടുത്ത് ചുഴറ്റി വീശി പോടുற. അതോടെ അവനോട് ജീവൻ പോറത്. അവൻ കീഴെ വിഴുന്തൂടുற. അഥ ദ്രുതം ഹലിന മുഷ്ടികഃ അപി പിഷ്ടഃ അഭൂത്. ഉടനെ ബലരാമനും മുഷ്ടികന് അതേമാതിരി തൂക്കിയെടുത്ത് അടിച്ച് കീഴടിച്ച് അവനക്ക് മോക്ഷം കിടക്കരുത്. നഷ്ടശിഷ്ടൈഹി ദധാവേ. 5 പേരെ 5 മല്ലന്മാരെ ആക്കും ഭഗവാൻ ഇങ്ങനെ ഇത് പണ്ടാൻ. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലൻ 5 പേര്. ഇവാള 5 പേരെയും കൊന്നതും ബാക്കിയുള്ള മല്ലന്മാരെല്ലാം ഭയം തങ്ങിയത് ഓടിപ്പോയിടാളാം. ഇത പാത്തം തരുന്നതും കംസനക്ക് എന്നെ പണ്ണണം തിരിയല്ല. ഇത്ര ശക്തിമാന്മാരാன ആളുകളെയൊക്കെ ഇറക്കിയിരിക്കാൻ കംസൻ വളെല്ലാരും അടിച്ചു കൊന്നാച്ച്. ഖലമതിഹി കംസഹ. ദുർബുദ്ധിയാന കംസനക്ക് കാര്യം അവിതൻ എന്നെ പണ്ണണം തിരിയല്ലേ. തൂര്യം സംവാര്യ. ഉടനെ അങ്ങ് എന്താ ഇത്
മല്ലയുദ്ധം നടക്കறது എങ്ക പെരുമ്പറ ഇപ്പടി മുഴങ്ങിന്തേ ഇരിക്കും. നിർത്ത് പെരുമ്പറയെല്ലാം നിർത്തിയിടും അപ്പടിന്ന് சொல்றான் കംസൻ. ആര്യാൻ താൻ പിതൃൻ ആഹന്തും. എന്താ കൃഷ്ണർക്ക് ആരാധ്യന്മാരാണ് എന്താ അപ്പാമാരെയല്ല. അതായത് രണ്ടപ്പ ഉണ്ട്, ഒന്ന് നന്ദനുണ്ട്, ഇന്നൊന്ന് വസുദേവരുണ്ട്. അവളെല്ലാം പിടിച്ചു കെട്ടുമ്പോൾ വ്യാപ്തമൂർത്തേ ഹേ തവ ദൂരം ഉച്ചാരണായ ച സമശിഷത്. இந்த രാമകൃഷ്ണന്മാരെ ഇങ്ങനെ ദൂരെ കൊണ്ടുപോയി പോട്ടുടുമ്പോ അപ്പടിന്ന് കൽപ്പന കൊടുക്കറ രാജ. ദുഷ്ടോക്തിഭിഹി രുഷ്ടഃ ത്വം ഗിരിം ഗരുഡഃ ഇവ മഞ്ചം അഞ്ചൻ. അതായത് പ്രധാനപ്പെട്ട മല്ലന്മാരെല്ലാം കൊന്നാച്ച് തെരിഞ്ഞതും ഭയന്നത് രാമകൃഷ്ണന്മാരെ വെളിയില് പൊട്ടിടു ചൊല്റ. നന്ദഗോപരെ പിടിച്ചു കെട്ടു ചൊല്റ. വസുദേവരെയും ഉഗ്രസേനയും എല്ലാം വധശിക്ഷ കൊടുത്തുടു ചൊല്റ. എന്നെല്ലാമോ പിച്ചും പേയും ചൊല്റാൻ മര്യാദയും ചൊല്റാൻ കംസൻ. ഇത് കേട്ടതും ദുഷ്ടോക്തിഭിഹീരുഷ്ടഃ. കംസനോട് എന്ത് ദുർവചനങ്ങളെല്ലാം കേട്ടതും ഭഗവാൻ നേരെ ഗിരിം ഗരുഡഃ ഇവ മഞ്ചം അഞ്ചൻ. എപ്പിടി ഒരു മലയ്ക്ക് മേലെ ഗരുഡൻ പറന്നു പോവരോ അതേമാതിരി അങ്ങേന്ത് കുതിച്ച് அந்த മാളിക മുകൾക്ക് മേലേക്കും ഏറ്റവും ടോപ്പിലേക്കും കംസൻ ഉക്കാന്നിരിക്കും. அந்த இடத்துக்கு ഭഗവാൻ അപ്പടി പറന്നു പോറാരാ. ഔഗ്രസേനി ഉദഞ്ചത്. ഉടനെ എന്താ ഉഗ്രസേനോട് പുള്ളയാന കംസൻ വാളെടുത്ത് വീശ പറയാൻ. ഖഡ്ഗവ്യാവൽഗ ദുസ്സംഗ്രഹം അപീച്ച ഹഠാത് പ്രാഗ്രഹീഹി. അതാ എടുത്തത് എതിർത്ത് വറുത്തത് പാത്തപ്പോഴേക്കും ബലം പ്രയോഗിച്ച് കൃഷ്ണരംഗ കയ്യെ പിടിച്ച് നിർത്താറ്.